ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന ഫ്രൈഡേയിലെ ക്ലാസ് പോലെ ചെയ്യാതെ ഇന്ന് ഈ ആരംഭത്തിൽ നമുക്ക് ചിന്തിക്കാൻ ആപ്റ്റായിരിക്കുന്ന ചില ചിന്തകൾ നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന് വിചാരിക്കുന്നത്. അപ്പം ആ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ ഒരു വിഷയരൂപേണ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എബ്രായർ 13-ാം അധ്യായം 6-ാം വാക്യത്തിനോട് അനുബന്ധപ്പെടുത്തിയാണ്. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അപ്പോൾ ഒരു പുതിയ വർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പൂർത്തീകരിച്ച ഈ ഒരു വർഷത്തെ നമുക്ക് വിലയിരുത്തുവാനും അതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലത്തെ, പ്രത്യേകിച്ച് ഈ ഒരു വർഷക്കാലത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കടന്നിരിക്കുന്ന ഈ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്, എന്താണ് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പം രണ്ട് വാക്കുകൾ ഇവിടെ ചിന്തിക്കാനായുള്ളത്, ഒന്ന് റിഫ്ലക്റ്റിംഗ് എന്നുള്ളതും പിന്നെ പ്രൊജക്റ്റിംഗ് എന്നുള്ളതും. അപ്പം കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുകയും അതിനോടനുബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ വരുന്ന വർഷത്തിലേക്ക് നമുക്ക് നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും ഒക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പം പ്രത്യേകിച്ച് ഈ ഒരു തുടക്കം, വർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു വിധത്തിലുള്ള ഒരു വേലയ്ക്ക് അല്ലെങ്കിൽ പ്രവൃത്തിക്ക് നല്ലൊരു സമയം തന്നെയാണ്. നമ്മൾ ഈ ലോകത്തിൽ എമ്പാടും നോക്കുമ്പോൾ വിശ്വാസ ഭവനത്തിലുള്ളവർ മാത്രമല്ല, പക്ഷേ ലോകത്തിലുള്ള സകല മനുഷ്യരും ഈ തരത്തിൽ ഉള്ളൊരു വിലയിരുത്തൽ ചെയ്യുന്ന ഒരു സമയമാണിത്. കഴിഞ്ഞ വർഷം എങ്ങനെയാണ് പോയത്, അത് ജീവിതത്തിന്റെ ഏത് ഭാഗത്തെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഏത് വസ്തുതയെ സംബന്ധിച്ചാണെങ്കിലും, അത് ഫൈനാൻഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഭൗമികമായിരിക്കുന്ന കുടുംബപരമായിരിക്കുന്ന ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ ജോലിയുടെ അവസ്ഥ എന്താണ്, അങ്ങനെ ഓരോ തലത്തിലും ഒരുവന്റെ ജീവിതത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്ന ഒരു സമയമാണ് ഇത്. അപ്പം പലപ്പോഴും നമ്മൾ ഈ ഒരു സമയത്ത് കേൾക്കാറുള്ള ഒരു വാക്കാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്ന് പറയുന്നത്, അത് ഒന്നെങ്കിൽ വെയിറ്റ് ലൂസ് ചെയ്യണം, അല്ലെങ്കിൽ ജിമ്മിൽ പോകണം. കഴിഞ്ഞ വർഷം ജിമ്മിൽ പോയതേ ഇല്ല, അപ്പം ഈ വർഷം ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ ഇത്രയും ബുക്കുകൾ ഈ വർഷം വായിച്ചു തീർക്കണം, അല്ലെങ്കിൽ ഈ ഒരു ജോലി എനിക്കിപ്പോൾ ഇതാണുള്ളത്, പക്ഷേ ഈ ഒരു പുതിയ വർഷത്തിൽ അടുത്ത പടിയിലേക്കുള്ള ഒരു പ്രൊമോഷൻ നേടിയെടുക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ഈ ലോകത്തിലുള്ളവർ ചെയ്യുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ആത്മീയ എന്ന നിലയിൽ നമ്മൾ ആത്മീയമായിരിക്കുന്ന ഈ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഏതാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ആശയമാണ് നമ്മുടെ ചിന്തയിൽ വരുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പം അതിനടിസ്ഥാനമായാണ് നമ്മൾ ഈ ഒരു വാക്യം നമ്മുടെ വിഷയത്തിന് ആധാരമായി എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നേരത്തെ വായിച്ചു, എബ്രായർ 13-ാം അധ്യായം 6-ാം വാക്യം, നമുക്കത് ഒന്നുകൂടെ വായിക്കാം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അപ്പം ഈ ഒരു വാക്യമാണ് നമുക്ക് നമ്മൾ അതിനെ സംക്ഷേപിച്ചു പറഞ്ഞാൽ ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ദൈവത്തോട് പറയാനുള്ളത്. നമ്മുടെ ഈ ഒരു ആധാരവാക്യത്തിൽ നമ്മളവിടെ വായിച്ചപ്പോൾ നമ്മൾ വായിച്ചത് കർത്താവ് എനിക്ക് തുണ എന്നുള്ളതാണ്. ആ ഒരു വസ്തുത നമുക്ക് ധൈര്യത്തോടെ പറയാം
എന്നുള്ളതാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അപ്പം ആദ്യമായി നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് നമുക്ക് ഈ തരത്തിൽ ധൈര്യത്തോടെ കർത്താവ് എനിക്ക് തുണ എന്ന് പറയുവാൻ സാധിക്കുന്നത്. ഗലാത്യർ 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഗലാത്യർ 4-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പൊ ഇവിടെ പറയുന്നത്, നമ്മൾ മക്കളാകെ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. അപ്പം ആ ലഭിച്ച ആത്മാവ് നമുക്ക് എന്തിനുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് നൽകുന്നത്, അല്ലെങ്കിൽ എന്തിനുള്ള ഒരു അനുവാദമാണ് അതിനാൽ നമുക്ക് ലഭിക്കുന്നത്? ഇവിടെ വായിച്ചപ്പോൾ അവിടെ പറഞ്ഞത് എന്താണ്? മക്കളാകാൻ. അടുത്ത വാക്യം വായിച്ചേ. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ദാസന്മാരല്ല പുത്രന്മാരാണ്. ഈ തരത്തിൽ ദൈവം തൻ്റെ ഏകജാതനായ യേശുവിന്റെ ആത്മാവിനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ദൈവത്തിനോടൊപ്പം അല്ലെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്നു. അപ്പം ഇംഗ്ലീഷിൽ ഇവിടെ മലയാളത്തിൽ ഇവിടെ ഇല്ലാത്ത ഒരു ആശയം അതിൽ അടങ്ങുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ഈ ലഭിച്ച ആത്മാവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അബ്ബാ ഫാദർ, അബ്ബാ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പം ഈ ഒരു ആശയം എന്ന് പറയുന്നത്, അബ്ബാ പിതാവേ എന്ന് പറയുന്നത് വളരെ യഹൂദന്റെ ഇടയിൽ വളരെ സേക്രഡ് ആയിരിക്കുന്ന, വളരെയധികം അമൂല്യമായിരിക്കുന്ന ഒരു പദമാണ് അബ്ബാ പിതാവേ എന്ന് പറയുന്നത്. അപ്പം ആ നിലയിൽ ഉള്ള ഒരു ബന്ധമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അടുത്ത വാക്യത്തിലേക്ക് വരാം. റോമർ 8-ാം അധ്യായം 15-ാം വാക്യം. റോമർ 8-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പം ഈ ഒരു അബ്ബാ പിതാവേ എന്ന് വിളിക്കുമാറാക്കുന്ന ദൈവം നമുക്ക് നൽകിയ ഈ ഒരു ആത്മാവ്, അത് നമ്മളെ ഈ ഒരു നിലയിൽ പുത്രനും പുത്രിയും ആക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല, പക്ഷെ നമുക്ക് അതിന് അടുത്തൊരു പടിയിലേക്ക് നമുക്ക് ഈ ഒരു വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ കൊണ്ടുപോകുന്നു. ഇവിടെ പറയുന്നത്, നമ്മളിപ്പോൾ ഭയത്തിലല്ല ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഭയത്തിലല്ല എങ്കിൽ ഏതൊരു അവസ്ഥയാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. അപ്പം ഒരു സ്ലേവ് എന്ന നിലയിൽ, ഒരു അടിമ എന്ന നിലയിൽ ഒരുവന്റെ ജീവൻ തന്നെ അവൻ്റെതല്ല ഒരു അടിമയായിരിക്കുമ്പോൾ. പക്ഷെ ഇപ്പോൾ ആ ഒരു അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ പുത്രത്വത്തിൽ ആക്കിയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഏറ്റവും അധികം ഭയം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് മരണത്തെ സംബന്ധിച്ചാണ്. അപ്പം ആ ഒരു നിലയിലാണ് നമ്മളെ ഇപ്പോൾ ദൈവം കണക്കെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെയും അപ്പോസ്തലൻ പറയുന്നത്, ഈ ഒരു പുത്രത്വത്തിലേക്ക് ദൈവം നമ്മളെ അഡാപ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമുക്ക് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ ഒരു അവകാശമാണ്. ഇനിയും കൊലോസ്യർ 1-ാം അധ്യായം 27-ാം വാക്യം. കൊലോസ്യർ 1:27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? നമ്മളെ ജാതികളുടെ ഇടയിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിക്കുകയാണ് ദൈവം ചെയ്തത്. നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പം എന്തിനു വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത്?
ദൈവത്തിന്റെ ആ ഒരു മഹത്വം അത് അവരുടെ ഇടയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം മറിഞ്ഞിരിക്കുന്നതിനെ നമ്മളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്താണ് ആ മർമ്മം? എന്താണ് മർമ്മം? നമ്മളിവിടെ വായിച്ചു, ക്രിസ്തു എന്നുള്ളതാണ് ഈ ഒരു മർമ്മം. അപ്പം ക്രിസ്തു എന്ന് പറയുമ്പോൾ അതെന്താണ് അത്രത്തോളം മർമ്മമായിരിക്കുന്ന ഒരു കാര്യം? മറിഞ്ഞിരിക്കുന്നതാണോ ക്രിസ്തു എന്ന് പറയുന്നത്? നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ക്രിസ്തു എന്ന വാക്ക് അനേകം തവണ വായിക്കുന്നതാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും ക്രിസ്ത്യാനിറ്റി അറിയാമെങ്കിൽ, ബൈബിൾ അറിയാമെങ്കിൽ ക്രിസ്തു ആരാണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ എത്രത്തോളം ഇതൊരു മറിഞ്ഞിരിക്കുന്ന വസ്തുതയാണ്. എന്താണ് ഇതിൽ ഒരു മർമ്മമായിരിക്കുന്ന വസ്തുത? ഇവിടെ അതാണ് ദൈവം ഒരിക്കൽ മറച്ചു വെച്ച് സുവിശേഷ യുഗത്തിൽ വെളിപ്പെടുത്തിയ വസ്തുത എന്ന് പറയുന്നത് ക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല. അപ്പം ആ ഒരു സ്വർഗീയമായിരിക്കുന്ന വിളി ലഭിച്ച് അതിന് ഓഹരിക്കാരായിത്തീരുന്ന ഓരോരുത്തരും ക്രിസ്തു എന്ന ആ ഒരു കൂട്ടായ്മയുടെ പങ്കാളികളായിത്തീരുന്നു എന്നുള്ളതാണ് മർമ്മം. അപ്പം ക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ന ആ ഒരു ആശയമാണ് നമുക്ക് ഈ ഒരു ലൗകികമായി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നോമിനൽ സിസ്റ്റത്തിൽ ഉള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥമായിരിക്കുന്ന സത്യത്തെ മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ ആത്മാവിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വിശ്വാസവും ജ്ഞാനത്തിന്റെയും കണ്ണുകളെ തുറക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആ ഒരു ശരീരമായിരിക്കുന്ന സഭയും ശിരസായിരിക്കുന്ന യേശുവും കൂടെ കൂടിച്ചേരുന്നതാണ് ക്രിസ്തു എന്നുള്ള വസ്തുത നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. അപ്പം ഇതൊക്കെയും എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാക്യങ്ങളൊക്കെയും ചിന്തിക്കുന്നത്? തുടക്കത്തിൽ ചോദിച്ച ചോദ്യം എന്താണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ധൈര്യത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിന്ന് ഈ ഒരു പ്രാർത്ഥന പറയുവാൻ അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ തരത്തിൽ ഒരു ധൈര്യം ഉണ്ടാകുന്നത്? അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചിന്തിച്ചത്. ദൈവം നമ്മളെ മക്കളെന്ന രീതിയിലാണ് ഇപ്പോൾ വിളിച്ച് വേർതിരിച്ച് കണക്കിടുന്നത്. അപ്പം അതിൽ നമുക്ക് ദൈവവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പിതാവും പുത്രനും തമ്മിലുള്ള ആ ഒരു ബന്ധം പോലെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇതൊക്കെയും ഒരിക്കലും നമ്മുടെ കഴിവിനാലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നിലയിൽ ഇതിനെ നേടിയെടുത്തത് കൊണ്ടോ അല്ല നമുക്ക് ഈ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഈ അവസാനത്തെ കൊലോസ്യർ വായിച്ചപ്പോൾ അവിടെ നമുക്ക് വെളിപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയും ദൈവത്തിന്റെ കൃപ എന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു മറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും മറിഞ്ഞിരുന്ന മർമ്മം ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇതുവരെ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മെ തന്നെ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ നമ്മൾ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ വിലയിരുത്തുമ്പോൾ ആ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മുടെ കാഴ്ച അതിനെ സംബന്ധിച്ച് ഈ ലൗകികപരമായിരിക്കുന്ന ഒരു കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. എന്തെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവവുമായുള്ള ഒരു ബന്ധമില്ലായകയാൽ തീർച്ചയായിട്ടും അവരുടെ വിലയിരുത്തൽ ആ ഒരു ഭൗമികമായിരിക്കുന്ന നിലയിലായിരിക്കും. ഒരു എക്സാമ്പിളായി പറയുമ്പോൾ ഹിന്ദുവിസത്തിൽ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ഈവൻ ക്രിസ്ത്യാനിറ്റിയിൽ പോലും വിശ്വസിക്കുന്നവർ തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന അനേകം കാര്യങ്ങൾ ഒന്നുകിൽ ഫെയ്റ്റ് അല്ലെങ്കിൽ തലവര അങ്ങനെയൊക്കെയാണ് അവരെ അതിനെ വിലയിരുത്തുന്നത്. പക്ഷെ ആത്മീയമായി ജീവിക്കുന്ന നമുക്കൊക്കെയും നമുക്കറിയാം, നമ്മൾ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ വിലയിരുത്തുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് അതിനെ സംബന്ധിച്ച് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അവരിൽ നിന്ന്. അപ്പം നമ്മൾ ഇതിനെ വിലയിരുത്തുമ്പോൾ, ഈ ഒരു കഴിഞ്ഞ വർഷത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് ഏറ്റവും അധികമായി നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. എന്നു വെച്ചാൽ ദൈവത്തിന്റെ അനേകം നന്മകൾ അനുഭവിച്ചവരാണ് നമ്മൾ ഈ കഴിഞ്ഞ വർഷം. അത് തീർച്ചയായിട്ടും ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും.
എന്നു വെച്ചാൽ ഇതൊരു വ്യക്തിപരമായിരിക്കുന്ന ഒരു ആശയമല്ല. ഒരു ക്രിസ്തുവിന്റെ ആകെ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് കറക്റ്റ് ആയിരിക്കുന്ന, ഇത് സത്യമായിരിക്കുന്ന ഒരു ആശയമാണ്. അല്ലാതെ ഇത് വ്യക്തിപരമായിരിക്കുന്ന ചിലർക്ക് മാത്രം സത്യമായിരിക്കുന്ന ഒരു ആശയമല്ല. സകല മക്കൾക്കും, ദൈവത്തിന്റെ മക്കൾക്കും തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ ഒരു കൃപ അത് അനവധിയായിരിക്കും. നമ്മൾ റോമറിൽ വായിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത് ആ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് അത് നമ്മുടെ പേർക്ക് ദൈവം നൽകുന്ന കൃപ എന്ന് പറയുന്നത് അത് ഒരു പാത്രം ഒഴുകി കവിഞ്ഞു പോകുന്ന തരത്തിലാണെന്നുള്ളതാണ്. അപ്പം അത്രത്തോളം കൃപ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു ഈ ഒരു കഴിഞ്ഞ വർഷം. സങ്കീർത്തനം 40-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കാം. യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതവണ്ണം അധികമാകുന്നു. അപ്പം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതുമ്പോൾ എന്താണ് അവന്റെ അല്ലെങ്കിൽ തൻ്റെ അനുഭവം, തൻ്റെ ജീവിതത്തിൽ നിന്ന് എഴുതുന്നതാണ് ഈ ഒരു ആശയം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതുമ്പോൾ താൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എഴുതുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വാക്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം അധികം നമുക്ക് ഈ തരത്തിൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് പറയാൻ സാധിക്കണം. എന്ന് വെച്ചാൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതുമ്പോൾ തൻ്റെ ജീവിതവും ഇപ്പോൾ ഈ സുവിശേഷ യുഗത്തിൽ ഈ ഒരു സത്യത്തിന്റെ ഇത്രത്തോളം വെളിച്ചത്തിലും ദൈവത്തിന്റെ ഇത്രത്തോളം കൃപയുടെ അടിസ്ഥാനത്തിലും ജീവിക്കുന്ന നമുക്ക് എത്രത്തോളം ആ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് പോലെ ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കുന്ന മനുഷ്യൻ എത്രയോ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആശയമാണിത്. അപ്പം ഇതാണ് നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ആശയം. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വർഷത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മനസ്ഥിതിയെ നമ്മളിൽ വരാൻ സാധിക്കുകയുള്ളൂ. മറ്റ് എത്രത്തോളം കഷ്ടതയിൽ കൂടെ കടന്നു പോയാലും ഏതൊക്കെ പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നാലും അവിടെയൊക്കെയും നമുക്ക് ദൈവത്തോട് നന്ദി അർപ്പിക്കുക എന്നത് മാത്രമല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വെളിപ്പെടുന്ന കാര്യം. അപ്പം സങ്കീർത്തനക്കാരൻ 5-ാം വാക്യത്തിൽ പറയുന്നതാണ്, ദൈവമേ നീ പ്രവർത്തിച്ച പ്രവൃത്തികൾ വായിക്കുക. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വചനങ്ങളും വളരെയാകുന്നു. അപ്പം ദൈവം നമ്മളെ സംബന്ധിച്ച് തനിക്കൊരു പദ്ധതിയുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. അപ്പം അതിനനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെയും ആ 4-ാം വാക്യത്തിൽ പറയുന്ന ആശയത്തോട് അനുബന്ധപ്പെടുത്തിയാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ സങ്കീർത്തനക്കാരന് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ താണിരുന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ തരത്തിൽ ദൈവം അനവധിയായിരിക്കുന്ന വണ്ടേഴ്സ്, ഇംഗ്ലീഷിൽ പറയുന്നത് വണ്ടേഴ്സ് എന്നുള്ളതാണ്. വണ്ടേഴ്സ് എന്ന് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ വരുന്ന എന്താണ് ചിന്ത? ഈ ലോകത്തിൽ 7 അല്ലെങ്കിൽ ഇപ്പം 9 വണ്ടേഴ്സ് അങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ വണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് വളരെ അപൂർവമായിരിക്കുന്ന, മാനുഷികമായി നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്നുള്ളത്. അപ്പം ആ തരത്തിലുള്ള ദൈവത്തിന്റെ ക്രമീകരണമാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ളത്. അപ്പം എത്രത്തോളം നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നമുക്കും സങ്കീർത്തനക്കാരൻ ഇവിടെ പാടുന്നത് പോലെ നമുക്കും പാടാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഈ ഒരു വാക്യത്തോട് അടിസ്ഥാനപ്പെടുത്തി സങ്കീർത്തനം 103-ാം അധ്യായം
1 മുതൽ 5 വരെയും നമുക്ക് കണക്കിടാം. പക്ഷെ ഇവിടെ ഇപ്പോൾ വായിക്കുന്നില്ല, നോട്ട് ചെയ്ത് വെക്കുക. സങ്കീർത്തനം 103 അധ്യായം 1 മുതൽ 5 വരെ. അപ്പം നമ്മൾ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ വിലയിരുത്തുമ്പോൾ എല്ലാ അനുഭവവും നമുക്ക് പ്ലസന്റ് അല്ലായിരുന്നു. എല്ലാ അനുഭവവും നമുക്ക് സന്തോഷകരമായിരുന്ന ഒന്നല്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു 2020 എന്ന് പറയുന്ന വർഷം പ്രത്യേകിച്ച് ലോകത്തിൽ എല്ലാവർക്കും ഒരേ അടിസ്ഥാനത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം, ഒരേ രൂപത്തിൽ അനവധിയായിരിക്കുന്ന കഷ്ടങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞതായിരുന്നു. അപ്പം ഈ ഒരു നിലയിലുള്ള ഒരു വർഷത്തിൽ പോലും നമുക്ക് എന്താണ് ചിന്തിക്കാൻ സാധിക്കുന്നത്? അപ്പോഴും നമുക്ക് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. നമുക്ക് അതിന് ആധാരമായി എബ്രായർ 12 അധ്യായം 4 മുതൽ 12 വരെ വാക്യങ്ങൾ വായിക്കാം. എബ്രായർ 12 അധ്യായം 4 മുതൽ 12 വരെ വാക്യങ്ങൾ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ അപ്പം എബ്രായർ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം 11 അധ്യായം മുതൽ അപ്പോസ്തലനായ പൗലോസ് സാങ്ക്ടിഫിക്കേഷനെ സംബന്ധിച്ചാണ് എഴുതുന്നത്. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ശുദ്ധീകരണത്തെ സംബന്ധിച്ചാണ്, വിശുദ്ധീകരണത്തെ സംബന്ധിച്ചാണ് അപ്പോസ്തലൻ 11 അധ്യായം മുതൽ എഴുതുന്നത്. അപ്പം ഈ 12 അധ്യായം ഇപ്പോൾ ഇവിടെ വായിച്ച വാക്യം എന്ന് പറയുന്നത് അപ്പോസ്തലൻ അതിനെ സംബന്ധിച്ചാണ് ഇവിടെ എഴുതുന്നത്. നമ്മുടെ ആത്മീയമായിരിക്കുന്ന വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത പര്യന്തം വരെയും ഉള്ള ഒരു പോരാട്ടമാണ്. അപ്പം അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് നമ്മൾ പാപത്തോട് എതിർക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പാപത്തോട് നമ്മൾ പോരാടുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തോട് പോരാടി നമ്മൾ ഇതുവരെ മരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നും നമുക്ക് വറി ചെയ്യാനില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് പോരാടി നമ്മുടെ പോരാട്ടം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയും അത് പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ ഇതിനോട് പോരാടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോസ്തലനോട് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പോരാട്ടം ഒരു ആത്മീയന് ആവശ്യമായിരിക്കുന്നത്? അതാണ് അപ്പോസ്തലൻ 5-ാം വാക്യം മുതൽ പറയുന്നത്. നമ്മൾ നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അപ്പം ദൈവത്തിന്റെ മക്കളെങ്കിൽ ദൈവം നമ്മളെ മക്കളോട് എന്ന പോലെ പെരുമാറുമെന്നുള്ളതാണ് അപ്പോസ്തലനോട് പറയുന്നത്. അപ്പം മക്കളോട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പിതാവും തൻ്റെ മക്കളുമായുള്ള ആ ഒരു ബന്ധം അപ്പോസ്തലനോട് പറയുന്നത്? ഒരു തെറ്റ് ചെയ്യുന്ന ഒരു മക്കളെ ശാസിക്കുക, അവരുടെ തെറ്റിൽ നിന്ന് തിരുത്തുക എന്ന് പറയുന്നതാണ് ഒരു പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ അവകാശം, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട വേല എന്ന് പറയുന്നത്. അപ്പം ഈ നിലയിലാണ് ദൈവവും നമ്മളോട് ഇടപെടുന്നത്. അപ്പം ദൈവം നമ്മളോട് ഇടപെടുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. അപ്പം എന്ത് ഉദ്ദേശത്തിലാണ് ദൈവം നമ്മളെ ഈ തരത്തിൽ ശാസിക്കുകയും നമ്മുടെ തെറ്റുകളെ തിരുത്തുമാറാക്കുകയും ചെയ്യുന്നത്? അപ്പം അതാണ് നമ്മളിവിടെ അപ്പോസ്തലന്റെ വിഷയമായി എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശദീകരണമാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പം അതിനുവേണ്ടി നമ്മളെ ശാസിക്കുക എന്നത് ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ആവശ്യമായിരിക്കുന്നു. ബാക്കി വായിക്കാം 7 മുതൽ. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. 12. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ.
ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. അപ്പം അപ്പോസ്തലനോട് പറയുന്നത്, നമ്മൾ ആ ഒരു അപ്പോഴത്തെ താൽക്കാലികമായിരിക്കുന്ന ആ ഒരു സമയത്തിൽ ഏത് ശിക്ഷയും നമുക്ക് സന്തോഷകരമല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതിനെ സഹിഷ്ണുതയോടുകൂടെ അതിനെ അതിജീവിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് കൈവരിക്കുവാൻ സാധിക്കുന്നത്? ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് this yields a harvest of righteousness and peace എന്നുള്ളതാണ്. ഹാർവെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കൊയ്ത്തിനെയാണ് ഇവിടെ പറയുന്നത്. കൊയ്ത്തെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അനേകം മാസങ്ങൾ എടുത്ത് ചെയ്യേണ്ട ഒരു വേലയാണ്. അപ്പം അതിന്റെ തുടക്കത്തിൽ ആദ്യമേ നമ്മൾ ആ ഒരു നിലം ഒരുക്കണം. നിലം ഒരുക്കിയിട്ട് എന്നിട്ടാണ് അവിടെ വിത്ത് നടുന്നത്. അതിനുശേഷം വെള്ളം തളിക്കണം, അതിന് ആവശ്യമായിരിക്കുന്ന ഫുഡ് കൊടുക്കണം, വളം, അങ്ങനെ പല പ്രോസസ്സിൽ കൂടെ കടന്നുപോയി അനേകം മാസങ്ങൾ എടുത്താണ് ഒരു കൃഷി വിളവിന്റെ ആ ഒരു അവസ്ഥയിൽ, വിളവെടുക്കുവാനായുള്ള അവസ്ഥയിൽ വന്നെത്തിച്ചേരുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ വിശുദ്ധീകരണവും, നമ്മുടെ ആത്മീയമായിരിക്കുന്ന സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നതും ഈ ഒരു തരത്തിലുള്ള ഒരു പ്രോസസ്സാണ്. അത് ദീർഘക്ഷമയോടുകൂടെ, സഹിഷ്ണുതയോടുകൂടെ നമ്മൾ അതിനെ നേരിടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പറയുന്നത് പോലെ നീതിയും സമാധാനവും നമുക്ക് അവിടെ കൊയ്തെടുക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇതുവരെ മരിക്കുവോളം തിന്മയോട് പോരാടിയിട്ടില്ല, മരണത്തിൽ നമ്മൾ ഇതുവരെയും എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് അപ്പോസ്തലൻ ഇവിടെ നമ്മളോട് ചെയ്യാൻ പറയുന്നത്? 12-13. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ നമ്മൾക്ക് നേരിടേണ്ടി വന്ന അനവധിയായിരിക്കുന്ന പ്രതികൂലങ്ങളും പരിശോധനകളും ഒക്കെയും അതിലെല്ലാത്തിലും നമുക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും എന്താണ് ഇവിടെ അപ്പോസ്തലൻ നമ്മളോട് ചെയ്യാൻ പറയുന്നത്? നമ്മൾ നമ്മുടെ കുഴഞ്ഞ കൈയും തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നമ്മൾ നിവർത്താനാണ് പറയുന്നത്. അപ്പം നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ നടത്തിയും അത് എത്രത്തോളം അതിന് അപൂർണതകൾ ഉണ്ടായിരുന്നാലും ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന ആ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അതിനെ നേരാക്കിക്കൊണ്ട് ഇവിടെ 13-ാം വാക്യത്തിൽ പറയുന്ന പോലെ നമ്മുടെ പാതയ്ക്ക് ദൈവത്തിന്റെ ആ ഒരു ആത്മാവ്, ദൈവത്തിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ വചനവും പാതയ്ക്ക് വെളിച്ചമാക്കിക്കൊണ്ട് നമ്മുടെ ആ നടത്തിയെ നേരാക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ എടുക്കാനുള്ള റെസൊല്യൂഷൻ. അപ്പം ഇതിലൊക്കെയും നമ്മൾ പിന്നെയും മനസ്സിൽ വെക്കേണ്ട ഒരു ആശയമുണ്ട്. എന്നു വെച്ചാൽ നമ്മൾ ഇതൊക്കെയും ബാധകമായിരിക്കുന്നത് ആർക്കാണ്? ദൈവത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹത്തിനും ദൈവത്തിന്റെ ഇച്ഛയ്ക്കും താണിരിക്കുന്ന സബ്മിസീവ് ആയിരിക്കുന്നവർക്കാണ്. അപ്പം ദൈവത്തോട് പൂർണ്ണ റെഫറൻസോടുകൂടെ, ഭയഭക്തിയോടുകൂടെ ദൈവത്തിന്റെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും സബ്മിറ്റ് ചെയ്തുകൊണ്ട് എല്ലാം ദൈവത്തിന്റെ കൃപയ്ക്കും ദൈവത്തിന്റെ വഴിനടത്തലിനുമായി നമ്മുടെ ജീവിതത്തിനെ മാറ്റിവെക്കുന്നവർക്കാണ് ഈ തരത്തിൽ വിലയിരുത്തുവാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ധൈര്യത്തോടുകൂടെ, ഇവിടെ ഇംഗ്ലീഷിൽ കറേജ് എന്ന് പറയും, ചില ട്രാൻസ്ലേഷനിൽ ബോൾഡ്നെസ് എന്നാണ് പറയുന്നത്. വളരെ വളരെ ആഴമേറിയ ഒരു വാക്കാണത്, ബോൾഡ്നെസ്.
എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിൽക്കാൻ സാധിക്കുന്നത്. അതൊക്കെയും ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമതായിട്ട് നമ്മളെ ദൈവം കണക്കിടുന്നത് തൻ്റെ സ്വന്തം മക്കളെന്ന നിലയിലാണ്. അപ്പം മക്കളായിരിക്കെ എങ്ങനെയാണോ നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ ചെന്ന് ഏത് കാര്യവും അവതരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്, അതുപോലെ തന്നെ ദൈവവും നമ്മളെ കണക്കിടുന്നത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൂടെ തൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുവാൻ സാധിക്കും. അതോടൊപ്പം നമുക്ക് ധൈര്യം തരുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ വിലയിരുത്തുമ്പോൾ ദൈവം ഈ കഴിഞ്ഞ വർഷം നമ്മളെ വഴി നടത്തിയ ആ വിധങ്ങൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ആ കരുതലും കാണാൻ സാധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് ധൈര്യം തരുന്നു ഈ ഒരു പുതിയ വർഷത്തിൽ ഈ അതേ നിലയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനും ദൈവത്തിന്റെ ആഗ്രഹം ചെയ്യുന്നവരായിരിക്കുവാനും. ഓക്കെ, ഇനി നമുക്ക് ചിന്തിക്കാനുള്ള രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ ആധാരവാക്യമായിരിക്കുന്ന എബ്രായർ 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ധൈര്യത്തോടെ ചെന്ന് നിന്ന് എന്താണ് പറയുന്നത്? ദൈവം എനിക്ക് തുണയായിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ദൈവം തുണയായിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചിന്തിക്കാം. അപ്പം കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ദൈവത്തിന്റെ ആ ഒരു ത്രോൺ ഓഫ് ഗ്രേസ്, തൻ്റെ കൃപയുടെ ആ ഒരു ത്രോണിന്റെ മുമ്പിൽ ചെന്ന് എപ്പോ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ചെന്ന് നിൽക്കാൻ സാധിക്കും. അത് നമ്മൾ തീർച്ചയായും പ്രാർത്ഥനയിൽ കൂടിയാണ് ചെയ്യുന്നത്. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആത്മീയ നിലയിൽ നമ്മൾ ഇടപെടേണ്ട അല്ലെങ്കിൽ ഏർപ്പെടേണ്ടതായിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് വസ്തുതയാണ്. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ദൈവത്തിന് സ്വീകാര്യമായിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മുടെ വിശ്വാസത്തിൽ. രണ്ടാമത് നമുക്ക് ദൈവത്തോട് ഒരു ലവിങ് എസ്റ്റീം അല്ലെങ്കിൽ റെവറൻസ് ഉണ്ടായിരിക്കണം. ദൈവത്തിനോട് സ്നേഹത്തിൽ നിന്നുളവാകുന്ന ഒരു ഭയഭക്തി ഉണ്ടായിരിക്കണം. മൂന്നാമത് നമ്മൾ ദൈവത്തിന്റെ ആ സ്വർഗീയമായിരിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ചുള്ളതാണ്. അതുപോലെ തന്നെ ഈ സുവിശേഷ യുഗത്തെ സംബന്ധിച്ചും മുഴുവനായും ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷേ ഇവിടെ വിശേഷിച്ച് നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആ ഒരു പദ്ധതി എന്താണ്, അതിൽ നമ്മൾ ദൈവത്തോട് താണിരിക്കുക, സബ്മിസീവ് ആയിരിക്കുക, അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ള വസ്തുതയെ മൂന്നാമതായിട്ട് ആവശ്യമായിരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ ആഗ്രഹവും ഇച്ഛയും എന്താണ് നമ്മളെ സംബന്ധിച്ച്, അതിൽ നമ്മൾ താണിരിക്കുന്നവരായിരിക്കണം. നാലാമത് നമുക്ക് ഒരു ശിശു എങ്ങനെയാണോ തൻ്റെ മാതാപിതാക്കളിൽ ആശ്രയിച്ച് ജീവിക്കുന്നത്, പ്രത്യേകിച്ച് 2-3 വയസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ ജീവിക്കുന്ന ഒരു ശിശു എങ്ങനെയാണോ തൻ്റെ മാതാപിതാക്കളിൽ ആശ്രയിച്ച് ജീവിക്കുന്നത്, തൻ്റെ സകല ആവശ്യങ്ങൾക്കും അവര് തൻ്റെ മാതാപിതാക്കളാണ് ആശ്രയിക്കുന്നത്, ഇതുപോലെയുള്ള ഒരു ആശ്രയമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പം ഇതാണ് നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം, നമ്മളിൽ കാണാൻ സാധിക്കുന്ന പാപങ്ങളും തെറ്റുകളും നമ്മൾ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയാൻ സാധിക്കുന്നവരായിരിക്കണം. അതിന് ഉള്ള താഴ്മയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് ആ വിധ കാര്യങ്ങളിൽ ദൈവത്തിന്റെ മാപ്പ് ആഗ്രഹിക്കുന്നവരായിരിക്കണം.
എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ദൈവം എങ്ങനെയാണോ നമ്മുടെ പാപങ്ങളും തെറ്റുകളും ക്ഷമിച്ചു തരുന്നത്, അതുപോലെ തന്നെ നമ്മളോട് പാപവും തെറ്റും ചെയ്യുന്നവരോട് പൊറുക്കുവാനും ക്ഷമിക്കുവാനും ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സബ് പോയിന്റ്. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ ഡിവൈൻ ഗൈഡൻസിനായിട്ടും ദൈവത്തിൻ്റെ ഡിവൈൻ പ്രൊട്ടക്ഷനായിട്ടും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വർഗീയമായിരിക്കുന്ന വഴിനടത്തലിനായിട്ടും തൻ്റെ സ്വർഗീയമായിരിക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ കരുതലിനായിട്ട് നമ്മൾ താഴ്മയോടെ ക്രേവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ചിലപ്പം ചില ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കും, ഒത്തിരി അധികം ആഗ്രഹിക്കും. അപ്പം അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ ഒരു ഡിവൈൻ ഗൈഡൻസിനായിട്ടും പ്രൊട്ടക്ഷനായിട്ടും നമ്മൾ താഴ്മയോടെ ആഗ്രഹിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ 6ാമത്തെ പോയിന്റ്. അപ്പം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉള്ളൊരു മനസ്ഥിതിയിൽ നിന്ന് വേണം നമ്മൾ ചെയ്യുവാൻ. ഇനിയും പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ ദൈവവുമായുള്ള ആ ഒരു ബന്ധത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള വസ്തുത ദൈവത്തിന് വളരെ വ്യക്തമായി അറിയാവുന്ന ഒന്നാണ്. എന്നു വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് അനവധിയായിരിക്കുന്ന കഷ്ടാനുഭവത്തിൻ്റെ തിരമാലകൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോൾ, നമ്മുടെ പടകിന്മേൽ അടിക്കുമ്പോൾ, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പിതാവിൻ്റെ കരുതലിലും നമ്മുടെ പിതാവിൻ്റെ ആ സംരക്ഷണയിലും നമ്മുടെ പിതാവിൻ്റെ ആ ഒരു നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലും നമ്മൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു വസ്തുത വളരെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം ആ നിലയിൽ പ്രാർത്ഥനയിൽ തൻ്റെ അടുക്കൽ ചെല്ലുന്ന നമ്മളെയൊക്കെയും ദൈവം ഒരിക്കലും തള്ളിക്കളയുകയല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഇവിടെ ഹൃദയം നുറുങ്ങിയ അവസ്ഥയിൽ, ആ ഒരു താഴ്മയുടെ അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥനയിൽ ചെല്ലുന്ന ഏവർക്കും ദൈവം തീർച്ചയായിട്ടും തൻ്റെ സാന്നിധ്യം നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മനസ്ഥിതിയിൽ ഇരിക്കുന്ന അവർക്ക് എന്ന് പറഞ്ഞാൽ താഴ്മയിലും അതുപോലെ തന്നെ മനസ്സ് നുറുങ്ങിയ അവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് ദൈവം ചില സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല തൻ്റെ അറ്റൻഷൻ കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അവരോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ സംബന്ധിച്ചാണ് യേശു യോഹന്നാൻ 14-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്കുകളിൽ നമ്മളോട് പറഞ്ഞത്. നമുക്ക് വായിക്കാം. യോഹന്നാൻ 14-21 മുതൽ 23 വരെ. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇസ്കരിയോത്താവല്ലാത്ത യൂദ അവനോട്, കർത്താവെ, എന്ത് സംഭവിച്ചിട്ടാവുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പം ഇങ്ങനെയുള്ളവരോടൊപ്പം എന്ത് ചെയ്യുമെന്നാണ് ക്രിസ്തുവിടെ പറയുന്നത്? അവരോടൊപ്പം വാസം ചെയ്യുമെന്നുള്ളതാണ്. അപ്പം ഈ ഒരു അവസ്ഥയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ ആ ഒരു കരുതൽ എന്ന് പറയുന്നത്
നമ്മളോടൊപ്പം എല്ലാ നിമിഷത്തിലും നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പം ഏത് നിമിഷത്തിലും നമുക്ക് ദൈവത്തിലേക്ക് തിരിയണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഹായം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥനയിൽ നമുക്ക് അടുക്കണമെങ്കിൽ അത് ഏത് നിമിഷത്തിലും നമുക്ക് സാധിക്കുന്ന ഒന്നാണ്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ ആ ഒരു കൃപയും എന്ന് പറയുന്നത് നമ്മളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ട്. അപ്പം ആ ദൈവത്തിന്റെ പ്രത്യേക ആ ഒരു അറ്റൻഷൻ നമുക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ അത് ഏത് നിമിഷത്തിലും നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ നിലയിലാണ് ദൈവം നമുക്ക് സഹായിയായിരിക്കുന്നത്. ഏത് നിമിഷത്തിലും സഹായിക്കുവാൻ കഴിയുന്നവനാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സഹായിയുടെ ഉപയോഗമുള്ളൂ. അപ്പം ഇതേ ആശയം നമുക്ക് അപ്പോസ്തലനായ പത്രോസിന്റെ വാക്കുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. 1 പത്രോസ് 3-ാം അധ്യായം 12-ാം വാക്യം. 1 പത്രോസ് 3-ാം അധ്യായം 12-ാം വാക്യം. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. അതുപോലെ തന്നെ ചില വാക്യങ്ങളും അതിനോടൊപ്പം നോട്ട് ചെയ്ത് വെക്കുക. റോമർ 12:12, ലൂക്കോസ് 18:1, 1 തെസ്സലോനിയർ 5-ാം അധ്യായം 17-ാം വാക്യം, സങ്കീർത്തനം 103-ാം അധ്യായം 11 മുതൽ 18 വരെ വാക്യങ്ങൾ. അപ്പം ഈ തരത്തിലുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തോടൊപ്പം ഒരു ബന്ധം പുലർത്തുക എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള ഒരു ബന്ധമാണ് ദൈവം നമ്മളോട് ഇതിലേക്കാണ് നമ്മളെ ദൈവം ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ ഏതൊരു പൈതലും ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് ആ ഒരു കൂട്ടായ്മ ആവശ്യമുണ്ടെങ്കിൽ ചെല്ലാനായിട്ട് മടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നമ്മുടെ സ്വകാര്യത്തിലുള്ള പ്രൈവറ്റ് ആയിരിക്കുന്ന ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ഒരു ആത്മീയന്റെ ഏറ്റവും അധികമായിരിക്കുന്ന ഏറ്റവും വലുതായിരിക്കുന്ന ഒരു പ്രിവിലേജ് ആണ്. അപ്പം മത്തായി 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ നമ്മൾ ആ ഒരു അറയിൽ ചെന്ന് കതകടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അധികം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു കൃപകളുടെ ഏറ്റവും അധികമായിരിക്കുന്ന ഒരു കൃപ തന്നെയാണ്. അപ്പം ഇങ്ങനെ ചെല്ലുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനവധിയായിരിക്കുന്ന ബിസി കാര്യങ്ങളിൽ കൂടിയും ജോലിയുടെ കാര്യങ്ങള്, വീട്ടിലെ കാര്യങ്ങള്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ടതായിരിക്കുന്നു. അപ്പം ആവിധ കാര്യങ്ങളിൽ കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോഴും നമുക്ക് ഏത് നിമിഷത്തിലും എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു കഷ്ടമായി തോന്നുന്നുവെങ്കിൽ ആ നിമിഷത്തിൽ ദൈവത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയിൽ ചെന്നെത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പം ആ ദൈവത്തിന്റെ വിസ്ഡത്തിന് വേണ്ടി ചിലപ്പം നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകേണ്ടതായിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി സ്ട്രെങ്ത്, അതിനുവേണ്ടി ചിലപ്പം നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെല്ലേണ്ടതായിരിക്കുന്നു. ദൈവത്തിന്റെ കംഫർട്ട്, കോൺസലേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ ഒരു ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം, അതിനു വേണ്ടി നമുക്ക് ചിലപ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകേണ്ടതായിരിക്കുന്നു. അപ്പം ഈ ഏത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും നമുക്കറിയാം, നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന
അതിന് ഉത്തരം നൽകും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഇവിടെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആ ഒരു പ്രോഫറ്റ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഈ ലോകത്തിലുള്ള ദൈവങ്ങളെ പോലെ നമ്മൾ പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കാതിരിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. അപ്പം ആ ഒരു വസ്തുത നമുക്ക് എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പം ഈ വിധത്തിലും ദൈവം നമുക്കൊരു സഹായിയായിരിക്കുന്നു. ഇനിയും റീപ്രിൻസ് 1865 റീപ്രിൻസ് 1865 പേജ് 215. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഇനിയും ചിന്തിക്കാം. 1 തെസ്സലോനി 5-ാം അധ്യായം 18-ാം വാക്യം വായിച്ചിട്ട് അതിലേക്ക് വരാം. 1 തെസ്സലോനി 5-ാം അധ്യായം 18-ാം വാക്യം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അപ്പം സകല കാര്യത്തിലും അല്ലെങ്കിൽ എല്ലാറ്റിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുവൻ എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലൻ എഴുതുന്നത്. അപ്പം ഈ എല്ലാത്തിലും അല്ലെങ്കിൽ സകല കാര്യത്തിലും എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ റീപ്രിൻസിൽ ഇതിനെ സംബന്ധിച്ച് വായിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ പറയുന്നത് ദൈവം, നമ്മുടെ സ്വർഗീയ പിതാവ് ആയിരിക്കുന്ന ദൈവം നമ്മുടെ സകല കാര്യത്തിലും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നവനാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എങ്ങനെയൊക്കെ നടക്കുന്നു എന്നൊക്കെയും ദൈവം അതിനെ സംബന്ധിച്ച് ബോതേർഡ് ആയിരിക്കുന്നവനാണ്, അതിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ളവനാണ്. അപ്പം ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ദൈവം നമ്മുടെ തലയിലുള്ള മുടിയുടെ എണ്ണം പോലും അറിയുന്നവനാണ്. അപ്പം അങ്ങനെ ഏറ്റവും ആ ഒരു മൈന്യൂട്ട് ലെവലിലുള്ള ഒരു ഡീറ്റെയിൽ പോലും നമ്മളെ കുറിച്ച് അറിയാവുന്നവനായിരിക്കുമ്പോൾ ഏത് വസ്തുതയാണ്, ഏത് സാഹചര്യമാണ് ദൈവത്തിന് ചെറുതായിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യമാണെങ്കിലും, അത് എത്ര ചെറിയതായിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും അതുപോലും ദൈവത്തിന് കാര്യമായിരിക്കുന്നതാണ്. ദൈവത്തിന്റെ ഇൻട്രസ്റ്റ് നമ്മളെ സംബന്ധിച്ച് അതിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനവധിയായിരിക്കുന്ന ആശങ്കകൾ വരാൻ സാധിക്കും. അത് നമ്മുടെ ജോലിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ലൗകികമായിരിക്കുന്ന ജീവിതത്തെ സംബന്ധിച്ചോ നമ്മുടെ കൊച്ചുങ്ങളെ സംബന്ധിച്ചോ അങ്ങനെ എന്ത് തന്നെയും ആയിക്കോട്ടെ. പക്ഷെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സിമ്പതിയും ദൈവത്തിന്റെ ഹെൽപ്ഫുൾനെസ്സും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ ചില എക്സാമ്പിൾസ് ബ്രദർ റസൽ ഇവിടെ എഴുതുന്നു. Do a mother's counsel and a father's wisdom seem inadequate to restrain and guide aright the wayward course of an impetuous and overconfident youth? We may bring their cares and fears to the Lord. അപ്പം ഇവിടെ ബ്രദർ റസൽ എഴുതുന്നത് ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ കൗൺസിൽ, അവരുടെ കൗൺസിൽ എന്ന് പറയുമ്പം അവരുടെ ഉപദേശം, തൻ്റെ മക്കളോട് അവർ ചെയ്യുന്ന ഉപദേശം അവരുടെ ആ ഒരു സാഹചര്യത്തിൽ മതിയാകാതെ പോകുന്നുവെങ്കിൽ ആ ഒരു കാര്യം തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. മറ്റൊരു എക്സാമ്പിൾ പറയുന്നത്, and as the children cross the threshold to meet the world's temptations, his wisdom and providence may be invoked to so shape their circumstances and surroundings as to show them eventually the sure safe ways and the folly of pursuing any other. അപ്പം ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുങ്ങൾ, നമ്മുടെ മക്കൾ ഈ ഒരു വിധത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സേഫ്
സേഫ് ഫെൻസ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വേലി നമ്മൾ അവർക്ക് സേഫ് ആയിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ കെട്ടിയിരിക്കുന്ന ഒരു ആത്മീയ ബൗണ്ടറി വേലി എന്നൊക്കെയും പറയുന്നത്. അതിനെ കടന്ന് നമ്മുടെ മക്കൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ തെറ്റായിരിക്കുന്ന ചില തീരുമാനങ്ങളിലേക്ക് അവർ പോകുന്നുവെങ്കിൽ, അവിടെ ഈ തരത്തിൽ നമ്മുടെ കൗൺസിൽ മതിയാകാതെ പോകുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ വിസ്ഡവും ദൈവത്തിന്റെ പ്രോവിഡൻസ്, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ക്രമീകരണമൊക്കെയും അവരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്ക് തീർച്ചയായിട്ടും അവിടെ കഴിക്കുവാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പം ബ്രദർ റസൽ പറയുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ ദൈവത്തിന്റെ ക്രമീകരണം അവരെ സംബന്ധിച്ച് അവർ ഒരു സമയത്തിൽ അത് മനസ്സിലാക്കണം, തിരിച്ച് സത്യത്തിലേക്ക് അല്ലെങ്കിൽ നേരായിരിക്കുന്ന പാതയിലേക്ക് വരണം എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ബ്രദർ റസൽ എഴുതുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭൗമികമായിരിക്കുന്ന കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പരിശോധനകളും ഒക്കെ എന്ന് പറയുന്നത് അത് അനവധിയാണ്. ആ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് വളരെ ലോങ് ആയിരിക്കുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും. പക്ഷെ അവിടെയൊക്കെയും നമുക്ക് ദൈവത്തിന്റെ പ്രോമിസ് ഉണ്ട്. ദൈവത്തിന്റെ പ്രോമിസ് എന്ന് പറയുന്നത് നമ്മളോടൊപ്പം വസിക്കും എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആ ഒരു ക്രമീകരണവും ദൈവത്തിന്റെ വഴിനടത്തലും നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള വസ്തുതയാണ് ദൈവം നമ്മളോട് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രോമിസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രഷ്യസ് പ്രോമിസുകൾ, ചില പ്രോമിസുകളൊക്കെയും മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പം അതൊക്കെയും വായിക്കുമ്പോൾ എന്താണ് നമുക്ക് അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അത് തീർച്ചയായിട്ടും നമ്മുടെ ആ കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദിവസത്തിൽ പോലും അത് നമുക്ക് നമ്മുടെ ദിവസത്തെ മധുരമാക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പം ദൈവത്തിന്റെ പ്രോമിസുകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അനവധിയാണുള്ളത്. അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നന്മയാണ്. അപ്പം ദൈവത്തിന്റെ പ്രോമിസുകൾ എന്താണെന്ന് പഠിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒന്നാണ്. അപ്പം ദൈവത്തിന്റെ പ്രോമിസുകളാണ് നമുക്ക് നമ്മുടെ കഷ്ടങ്ങളെ മധുരമാക്കി തീർക്കുന്നത്. അപ്പം നമ്മുടെ ചുമട് ലഘുവാക്കി തീർക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ഡാർക്കായിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോലും, ഏറ്റവും ഇരുളായിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോലും നമുക്ക് വെളിച്ചമായി തീരുന്നത് ദൈവത്തിന്റെ പ്രോമിസുകളാണ്. നമുക്ക് ഒരു പ്രത്യാശയും തോന്നാത്ത ഒരവസ്ഥയിൽ പ്രത്യാശയായി തീരുന്നത് ദൈവത്തിന്റെ പ്രോമിസുകളാണ്. അപ്പം ഇവിടെ ബ്രദർ റസൽ പറയുന്നത്, ഇൻ എ വേർഡ് അല്ലെങ്കിൽ സമ്മറി ആയിട്ട് അതിനെ പറഞ്ഞാൽ, it will lift us up above the world into a higher and purer atmosphere. Such is the will of heaven concerning us. Let us appreciate and avail ourselves of the privilege. അപ്പം നമ്മൾ ദൈവത്തിനുള്ളവരായിരിക്കുമ്പോൾ, നമ്മൾ ദൈവവുമായുള്ള ആ കൂട്ടായ്മയിലും ആ ഒരു സംസർഗത്തിലും എപ്പോഴും ആയിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ പ്രോമിസുകൾ മനസ്സിലാക്കുന്നവരായിരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന അനുഭൂതി എന്താണ്, അനുഭവം എന്താണ്? നമുക്ക് ഈ ലൗകികമായിരിക്കുന്ന അനവധി കഷ്ടങ്ങളെയും പ്രതികൂലങ്ങളെയും ഒക്കെയും അതിജീവിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിജീവിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രദർ റസൽ ഉപയോഗിക്കുന്ന ഒരു പിക്ചർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ നമ്മൾ ഒരു കഴുകൻ താൻ പറക്കുമ്പോൾ ഈ ഒരു ലോകത്തിലുള്ളതെല്ലാം അല്ലെങ്കിൽ ഭൂമിയെ വിട്ടിട്ട് അതിൽ നിന്ന് ഉയർന്ന് ആ ഒരു ഹയർ ആറ്റ്മോസ്ഫിയർ, ആ ഒരു ഈ ഭൂമിയിലുള്ള ആ ഒരു പുകയും അതിന്റെ ഇംപ്യൂരിറ്റീസും എല്ലാം വിട്ടിട്ട് ആ ഒരു പ്യുവർ ആയിരിക്കുന്ന ആ ഒരു ആറ്റ്മോസ്ഫിയറിലേക്ക്, ആ ഒരു ആകാശത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നത്. അവിടെ ഒരു തരത്തിലുമുള്ള
ഒരു വറീസുമില്ല, ഒരു തരത്തിലുമുള്ള ഒരു കഷ്ടമില്ല, നമുക്ക് ഒരു തരത്തിലുമുള്ള ഒരു പ്രയാസം നമുക്കില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ദൈവത്തിന്റെ ആ വചനം, ദൈവത്തിന്റെ പ്രാമിസുകൾ നമ്മളെ ഉയർത്തുവാൻ അതിനാൽ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇതാണ് ദൈവത്തിന് നമ്മളെ സംബന്ധിച്ചുള്ള ആഗ്രഹം. അപ്പം ദൈവം ഇതിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവം നമുക്ക് സഹായി ആയിരിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ ഒരു അവസരം വിനിയോഗിക്കുന്നവരായിരിക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾക്ക് ചെയ്യാനുള്ളൂ. ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നമ്മൾ അതിനെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതാണ്. മൂന്നാമത്തെ ആശയം, നമ്മൾ എബ്രായർ 13-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ നമ്മളവിടെ വായിച്ചത്, ദൈവം എനിക്ക് തുണ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഭയക്കുന്നില്ല, പേടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളവിടെ വായിച്ചത്. അപ്പം ദൈവം നമുക്ക് തുണയായിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭയമില്ലാത്തത്. അപ്പം അത് തമ്മിൽ ആ ഒരു ബന്ധമാണ് ഇവിടെയുള്ളത്. അപ്പം ദൈവം നമുക്ക് തുണയായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയമില്ല എങ്കിൽ എന്തിലാണ് നമുക്ക് ഭയമില്ലാത്തത്? ചിന്തിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അപ്പം നേരത്തെ വായിച്ച വാക്യമാണിത്. അപ്പം നമ്മൾ ഈ വാക്യം വായിച്ചപ്പോൾ അവിടെ ചിന്തിച്ചത് എന്താണ്? നമ്മൾ എല്ലാത്തിലും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം. എന്നു വെച്ചാൽ അനവധിയായിരിക്കുന്ന കഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെയൊക്കെയും നമുക്ക് ദൈവത്തോടെ നന്ദി അർപ്പിക്കാനല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയത്, അല്ലെ? അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തോട് നന്ദി അർപ്പിക്കുന്ന ഒരു മനസ്ഥിതിയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണമെങ്കിൽ അവിടെ എന്താണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്? വിശ്വാസം എന്നുള്ളതാണ്. വിശ്വാസം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. വിശ്വാസം എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല ഇതിന്റെ അടിസ്ഥാനം. അപ്പം വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ് വിശ്വാസം? വിശ്വാസം, യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള നിരന്തര ആശ്രയമാണ്. കണ്ടിന്യൂസ് കോൺഫിഡൻസ് ഇൻ ഗാഡ്. ദൈവത്തിലുള്ള നിരന്തര കോൺഫിഡൻസ്, ആശ്രയം അല്ലെങ്കിൽ ഉറപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എല്ലാ കാര്യങ്ങളിലും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കുന്നു, ഉറപ്പിച്ച് നമുക്ക് ദൈവത്തിൽ നിൽക്കുവാൻ സാധിക്കുന്നുവോ എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസം. അപ്പം ഈ ഒരു യഥാർത്ഥ വിശ്വാസത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന ഒരു ഇലസ്ട്രേഷൻ, ഒരു പിക്ചർ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആ ഒരു വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവിതാനുഭവം എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് ഇതിനൊരു ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. അപ്പം ക്രിസ്തു എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ ആഗ്രഹവും ഇഷ്ടവും ചെയ്യാനാണ് ഒന്നാമതായിട്ട് ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത്, അല്ലെ? തനിക്ക് ആ ആത്മപ്രകൃതിയിൽ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ജീവൻ കൈവടിഞ്ഞ് ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചത് എന്തിനാണ്? മറ്റെന്തിനേക്കാളും ക്രിസ്തു അങ്ങനെ ചെയ്തത് ദൈവത്തിന്റെ ആഗ്രഹവും ഇഷ്ടവും നിറവേറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്ഥിതി എന്തായിരുന്നു? ക്രിസ്തുവിന്റെ മനസ്ഥിതി എന്ന് പറയുന്നത് സകല കാര്യങ്ങളിലും തന്നെ സംബന്ധിച്ച് ദൈവത്തിനൊരു സ്വർഗീയമായിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് സ്വർഗീയമായിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ മനസ്ഥിതി, എന്നുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ മനസ്ഥിതി. അപ്പം സകല കാര്യങ്ങളിലും ദൈവത്തിന്റെ ആ ക്രമീകരണത്തിൽ ആശ്രയിച്ചാണ് ക്രിസ്തു ജീവിച്ചത്. അപ്പം എല്ലാ കാര്യത്തിലും ക്രിസ്തു ദൈവത്തിന്റെ അടുക്കലേക്ക് പ്രാർത്ഥനയിൽ ചെന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്
താൻ തൻ്റെ ശിശുപ്രായത്തിൽ നിന്ന് മാത്രമല്ല, പക്ഷെ വിശേഷിച്ച് താൻ യോർദാൻ നദിയിൽ തൻ്റെ സ്നാനത്തിൽ സമർപ്പിച്ചപ്പോൾ അതിനുശേഷം താൻ ചെയ്ത ഏറ്റവും ആദ്യത്തെ പ്രവൃത്തി എന്താണ്? താൻ മരുഭൂമിയിലേക്ക് ചെന്ന് 40 ദിവസവും 40 രാവും ദൈവവുമായുള്ള ആ ഒരു സംസർഗത്തിൽ താൻ ഇരുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു ആശയം അങ്ങനെ തുടങ്ങിയത് പോലെ തന്നെ തൻ്റെ ആ 3.5 വർഷക്കാലത്തെ ജീവിതത്തിൽ എല്ലാ അവസ്ഥയിലും അല്ലെങ്കിൽ എല്ലാ നിമിഷത്തിലും എന്താണ് തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം, എന്താണ് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്ന് ആരായുക എന്നുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ ഉദ്ദേശം. അപ്പം സകല കാര്യങ്ങളിലും അതിപ്പോൾ ദൈവത്തിൽ നിന്നും തനിക്ക് ലഭിക്കാൻ സാധിക്കുന്ന ആ സമാധാനത്തിനാണെങ്കിൽ പോലും, ദൈവത്തിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന ആ ഒരു വഴിനടത്തലിനാണെങ്കിൽ പോലും, അങ്ങനെ സകല കാര്യത്തിലും ക്രിസ്തു തൻ്റെ പിതാവിന്റെ അടുക്കൽ പ്രാർത്ഥനയിൽ ചെന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗെത്സമനയിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കാണുന്നു. ഗെത്സമന തോട്ടത്തിൽ ആ മരണത്തിനോട് തൊട്ടടുത്ത് നിൽക്കുമ്പോഴും ക്രിസ്തു അവിടെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല. തൻ്റെ പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുവാനായാണ് ക്രിസ്തു ചിന്തിച്ചത്. അപ്പം എല്ലാ സന്ദർഭത്തിലും തൻ്റെ സ്വന്തം ഇഷ്ടമല്ല, പക്ഷെ എപ്പോഴും തന്നെ അയച്ചവനായിരിക്കുന്ന തൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ക്രിസ്തു ആഗ്രഹിച്ചത്. അപ്പം അങ്ങനെയുള്ള ജീവിതത്തിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിച്ചത്? സകലത്തിലും ദൈവത്തിന്റെ ആ ക്രമീകരണം പ്രവർത്തിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാത്തവൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹവും ഇഷ്ടവും അറിയാനോ അത് അനുസരിച്ച് ജീവിക്കാനോ ശ്രമിക്കാത്തവനിൽ തീർച്ചയായും ദൈവം തൻ്റെ ക്രമീകരണം പ്രവർത്തിക്കുന്നില്ല. എന്നു വെച്ചാൽ തന്നിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ, തൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവനാണ് ദൈവം ആ നിലയിൽ തൻ്റെ ജീവിതം ക്രമീകരിക്കുമാറാക്കുന്നത്. അപ്പം ഈ നിലയിൽ നമ്മൾ എന്താണ് ഇവിടെ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കാണുന്നത്? നമ്മളും ഇതേ കോൺഫിഡൻസോടുകൂടെ ക്രിസ്തു തൻ്റെ യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസം തെളിയിച്ചത് എങ്ങനെയാണ്? താൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലായ്പ്പോഴും ഇടവിടാതെ എല്ലായ്പ്പോഴും ഏത് സന്ദർഭത്തിലും ദൈവത്തിൽ വിശ്വസ്തനായിരുന്നു. അത് എല്ലാ കാര്യത്തിലും ദൈവം തന്നെ വഴി നടത്തും, തൻ്റെ ജീവിതം ക്രമീകരിക്കും എന്നുള്ള കാര്യം തൻ്റെ ജീവിതത്തിൽ താൻ തെളിയിച്ചു. അങ്ങനെ വിശ്വസിക്കുന്നവനാണ് ക്രിസ്തു തെളിയിച്ചു. അതുപോലെ തന്നെ നമ്മളും വിത്ത് സിമിലർ കോൺഫിഡൻസ് ദൈവത്തിന്റെ ആ സ്വർഗീയ വഴിനടത്തൽ ഉള്ള നമ്മുടെ അതേ വിശ്വാസം നമ്മളും തെളിയിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മൂന്നാമതായിട്ട് ഇവിടെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഭയമില്ലാത്തത്. എന്നു വെച്ചാൽ ദൈവം നമുക്ക് തുണയായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സകല കാര്യത്തിലും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ ചിന്തിക്കാനുള്ളത്. അപ്പം അത് ഏത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഏത് വസ്തുതയാണെങ്കിലും അതിലൊക്കെയും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനും എപ്പോഴും ദൈവത്തിന്റെ ആഗ്രഹവും ഇഷ്ടവും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ പാതയെ നയിക്കുവാനും നമുക്ക് ഇടയാകണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ക്രിസ്തു ചോദിച്ചത് എന്താണ്? ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ക്രിസ്തു ചോദിച്ചത്. അതിനുശേഷം ക്രിസ്തു പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ അത് കുടിക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്: ഏത് സാഹചര്യത്തിലും ദൈവം നമുക്ക് കുടിപ്പാനായിട്ടൊരു പാനപാത്രം ഒരുക്കിയിട്ടുണ്ട്. ഓർക്കുക, ഏത് സാഹചര്യത്തിലും നമുക്ക് കുടിക്കാനായിട്ട് ദൈവം ഒരു പാനപാത്രം ഒരുക്കിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ കയ്പിന്റെ പാനപാത്രമായിരിക്കാം, മറ്റൊരു സന്ദർഭത്തിൽ അത് മധുരത്തിന്റെ പാനപാത്രമായിരിക്കാം, ഇനിയും ഒരു പക്ഷേ കയ്പിനാൽ തുടങ്ങി മധുരത്തിൽ അവസാനിക്കുന്ന പാനപാത്രമായിരിക്കാം. അപ്പം എങ്ങനെയാണെങ്കിലും
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ദൈവം നമുക്ക് കുടിപ്പാനായിട്ട് ഒരു പാനപാത്രം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളത് ആ പാനപാത്രം കുടിച്ച് തീരുന്നവോളം അത് കുടിക്കുന്നവരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവം അതിനാൽ ഉദ്ദേശിച്ച അനുഗ്രഹം ലഭിക്കും, നിശ്ചയം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എപ്പോഴെങ്കിലും പകുതി കുടിച്ചിട്ട് നമുക്ക് കയ്പാണെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയാൽ തീർച്ചയായും ദൈവം അവിടെ നമുക്ക് വേണ്ടി ഉദ്ദേശിച്ച ആ ഒരു നന്മ, ആ ഒരു അനുഗ്രഹം അവിടെ ലഭിക്കുകയില്ല. അപ്പം ചില സന്ദർഭങ്ങളിൽ ദൈവം ഈ ഒരു പാനപാത്രം ഒരുക്കുന്നത് ആരിൽ കൂടിയാണ്? ദൈവം ഈ പാനപാത്രം ചില സന്ദർഭത്തിൽ നമുക്ക് ഒരുക്കുന്നത് സാത്താന്റെ അനുയായികളിൽ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ സാത്താൻ ലോത്തിനെ പരിശോധിച്ചത്, അതുപോലെ തന്നെ നമുക്ക് നേരിടേണ്ടി വരുന്ന അനവധിയായിരിക്കുന്ന പരിശോധനകളും കഷ്ടാനുഭവങ്ങളും ഒക്കെയും പല സന്ദർഭങ്ങളിലും ദൈവം നമ്മുടെ എതിരാളികളിൽ കൂടെ അനുവദിച്ചിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു ജ്ഞാനം നമുക്ക് എന്തിനുള്ള ഒരു കാരണമായി തീരണം നമ്മളിൽ. അപ്പോൾ ഈ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് ഏത് അനുഭവം ഉണ്ടായാലും അതിനെയൊക്കെയും സന്തോഷത്തോടെ കൈവരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു കയ്പായിരിക്കുന്ന അനുഭവം ആരിൽ നിന്ന് വന്നാലും, ഒരുപക്ഷെ നമുക്ക് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും അടുത്ത് ബന്ധമുള്ളവരിൽ നിന്ന് പോലും ചിലപ്പം നമുക്ക് കയ്പായിരിക്കുന്ന അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും ഇവിടെ ബ്രദർ റസൽ എഴുതുന്നത് നമ്മൾ സന്തോഷത്തോടുകൂടെ ആ പാനപാത്രം കുടിക്കാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ പാനപാത്രം കുടിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ പാനപാത്രം നമുക്ക് കുടിക്കാനായി ഒരുക്കിയ ആ വ്യക്തിയോട് നമ്മൾ എങ്ങനെ മനസ്ഥിതിയുള്ളവരായിരിക്കണം, ഏതു വിധത്തിൽ ചിന്തിക്കുന്നവരായിരിക്കണം അവരെ സംബന്ധിച്ച്. ഇവിടെ പറയുന്നത്, നമ്മൾ ആ മുഖാന്തരത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള ഒരു വിദ്വേഷമോ ഒരു തരത്തിലുമുള്ള ഒരു കയ്പായ ചിന്തയോ ഉണ്ടാകരുത്. ഓർക്കുക, ദൈവം മുഖാന്തരമായി ആരെയും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പം ഈ ഒരു കയ്പായിരിക്കുന്ന പാനപാത്രം ദൈവം നമുക്ക് കുടിക്കാനായിട്ട് ആര് മുഖാന്തരം നമുക്ക് തന്നാലും ആ പാനപാത്രം ഒന്നാമതായി നമ്മൾ കുടിക്കാൻ സന്തോഷമുള്ളവരായിരിക്കണം. രണ്ടാമതായിട്ട് ആ മുഖാന്തരത്തോട് നമ്മൾ ഒരു തരത്തിലുമുള്ള ഒരു തിന്മയായിരിക്കുന്ന കയ്പായിരിക്കുന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പം സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ പിതാവ്. അപ്പം ആ നിലയിൽ ഈ ഒരു അനുഭവം നമുക്ക് നന്മയാകുമ്പോൾ പോലും ഈ മുഖാന്തരം പോലും തീർച്ചയായിട്ടും ഒരുപക്ഷെ ദൈവം നന്മയ്ക്കായി കൂടെ വ്യാപരിപ്പിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ ചിന്തിക്കാൻ സാധിക്കുന്നത്. അപ്പം കൺക്ലൂഷനിൽ നമുക്ക് ഈ വാക്യം വായിച്ചിട്ട് ഈ ഒരു വിഷയം ഇവിടെ പൂർത്തീകരിക്കാം. സങ്കീർത്തനം 116 അധ്യായം 12 മുതൽ 13 വരെ. സങ്കീർത്തനം 116 12 മുതൽ 13 വരെ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അപ്പം യഹോവ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും എന്നുള്ളതാണ് സങ്കീർത്തനക്കാരെ ഇവിടെ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇത് തീർച്ചയായും നമ്മുടെ സമർപ്പണത്തെ കുറിക്കുന്നതാണ്, നമ്മുടെ ആത്മീയമായിരിക്കുന്ന ദൈവവുമായുള്ള ഉടമ്പടിയെ കുറിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു ആദ്യത്തെ വാക്യം 12-ാം വാക്യം നമ്മൾ വിലയിരുത്തുമ്പോൾ
ഈ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ പിന്നെയും പിന്നെയും വരുന്നത്. ദൈവം നമുക്കായി ചെയ്തിരിക്കുന്ന സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കുമെന്നുള്ളത്. അപ്പം അതിന് പകരമായി നമ്മൾ എടുത്ത തീരുമാനമാണ് എന്ത്? നമ്മുടെ സമർപ്പണം. നമ്മുടെ സമർപ്പണം പൂർത്തീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇല്ല. അപ്പം അത് പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ വിശ്വസ്തയോടെ നമ്മുടെ ഓട്ടം ഓടി തികയ്ക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഒരു പകരമായി നമ്മുടെ സമർപ്പണമായി തീരുന്നില്ല. അപ്പം നമ്മൾ ദൈവത്തിന്റെ ഉപകാരങ്ങൾക്ക് പകരമായി നമ്മുടെ ജീവനെ സമർപ്പിച്ചതാണെങ്കിൽ അതിന് പകരമായി തീരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓട്ടം ഓടി പൂർത്തീകരിക്കണം. അപ്പം ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മൾ ഒരിക്കലെടുത്ത ആ ഒരു ഉടമ്പടി, ഒരിക്കലെടുത്ത ആ ഒരു സമർപ്പണം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ പുതുക്കുവാനായുള്ള ഒരു അവസരമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മുടെ സമർപ്പണ ഉടമ്പടിയെ ഒരിക്കൽ കൂടെ പുതുക്കിക്കൊണ്ട് നമ്മുടെ ആത്മീയ ഓട്ടത്തെ സംബന്ധിച്ച് ഒരിക്കൽ കൂടെ ആ ഒരു ആ ഒരു ജലസ് ആയി തീർന്നുകൊണ്ട്, നമുക്ക് എരിവുള്ളവരായി തീർന്നുകൊണ്ട്, നമുക്ക് കഴിഞ്ഞ വർഷം സാധിക്കാഞ്ഞു പോയ സകല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊക്കെയും ഈ വർഷം നമുക്ക് സാധിക്കണം എന്നുള്ള ആ ഒരു റെസൊല്യൂഷൻ എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയമായിരിക്കുന്ന വാക്യം പറയുന്നത് പോലെ ഈ ഒരു വർഷത്തിൽ നമുക്ക് ശക്തിയോടുകൂടെ, നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ പറയാൻ സാധിക്കും, ദൈവം എനിക്ക് തുണ എന്നുള്ളത്. അപ്പം ദൈവം എനിക്ക് തുണയായിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. അപ്പം മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ചിന്തയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ചിന്തിക്കാൻ ഇടയായത്. നമ്മളെ ഈ നിലയിൽ ഈ ഒരു പുതിയ വർഷത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തോട് എടുത്തിരിക്കുന്ന ഈ ഒരു ഉടമ്പടി പുതുക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ വിശ്വസ്തയോടുകൂടെ, കൂടുതൽ പൂർണ്ണതയോടുകൂടെ നമ്മുടെ ഓട്ടത്തെ ഈ വർഷം ഓടുവാൻ ഇടയാകട്ടെ, സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ഒരു പ്രാർത്ഥന നമുക്ക് പരസ്പരം പങ്കുചേരാം. ഇതിൽ ആ നിലയിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ സഹായവും ആത്മാവിന്റെ ആ ഒരു ഓവർ റൂളിങ്ങും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.